ഇത് അല്പം ചരിത്ര പശ്ചാത്തലമുള്ള ഒരു വിഷയമാണ്. ഇത് വളരെ സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയവുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്തെ നൂറുകണക്കിന് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാത് രാജ്യങ്ങളിൽ നടന്നു വന്ന സ്വാതന്ത്ര്യ സമരമല്ല, മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊളോണിയൽ ശക്തികൾക്ക് ഉണ്ടായ ശക്തിക്ഷയമാണ്. ഇപ്പോൾ അതിലേറ്റവും വലിയ കോളനി രാജ്യമായിരുന്നു, ഏറ്റവും വലിയ അധീശ ശക്തിയായിരുന്നു ബ്രിട്ടൻ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെയല്ല. നൂറുകണക്കിന് രാജ്യങ്ങൾ, ചെറുതും വലുതുമായ രാജ്യങ്ങൾ ബ്രിട്ടന്റെ കോളനികളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായി തകർന്നു പോയ ബ്രിട്ടൻ കോളനികൾ ഭരിക്കാൻ മാത്രം ഉള്ള ആൾക്കാരെ അങ്ങോട്ട് അയക്കാനോ അവർക്ക് ശമ്പളം കൊടുക്കാനോ പട്ടാളത്തെ നിലനിർത്താനോ കഴിയാത്ത ഗതികേടിലെത്തി. ആ സമയത്ത് രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ബ്രിട്ടൻ സ്വീകരിച്ചു. എന്നാൽ അവരിത് നടപ്പിലാക്കിയത് വളരെ വലിയ ഒരു തന്ത്രത്തിലൂടെയാണ്. ഞങ്ങളുടെ ഗതികേട് കൊണ്ടും കയ്യിൽ കാശില്ലാത്തത് കൊണ്ടും സംഘടനാ സംവിധാനം പുലർത്താൻ മനുഷ്യൻ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നവർ പറഞ്ഞില്ല. മറിച്ച് അതാത് നാടുകളിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെയും സംഘടനകളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ തന്റെ പക്ഷത്തേക്ക് ചേർത്തുകൊണ്ട് അവർ സ്വാതന്ത്ര്യം നേടിയെടുത്തതായി അവർ ധരിച്ചോട്ടെ, ഇങ്ങനെ ഒരു ധാരണയോടുകൂടി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ തുടർന്നും ബ്രിട്ടനോട് കൂറും വിധേയത്വവും പുലർത്തിക്കൊള്ളാം, പാശ്ചാത്യ ശക്തികളുടെ അടിമയായി നിന്നുകൊള്ളാം എന്നുള്ള ചില എഗ്രിമെന്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരു എഗ്രിമെന്റ് ആണ് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ ധാരണ. ഇന്ത്യ അടക്കം 27 രാജ്യങ്ങൾ കോമൺവെൽത്തിലുണ്ട്. ഇതൊരു വലിയ അപമാനവും നാണക്കേടുമാണ് സത്യത്തിൽ. കാരണം ഇത്രയും കാലം ഞങ്ങൾ ബ്രിട്ടന്റെ അടിമയായിരുന്നുവെന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ആവർത്തിച്ച് പ്രഖ്യാപിച്ച് പഴയ അടിമത്തത്തിന്റെ ചിഹ്നങ്ങളും ആ വിധേയത്വവും അഭിമാനപൂർവ്വം ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ പേരാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് കെട്ടിടം ഒരിക്കൽ ഞാൻ സന്ദർശിക്കാൻ പോയി. ആ സമയത്ത് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ 27 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ചിഹ്നങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. കാരണം ബ്രിട്ടന്റെ അധീശത്വത്തിലാണ് അന്നും ഇന്നും എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു തന്ത്രമാണ് അവരത് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യം അമേരിക്ക ചെയ്തു. പെട്രോ ഡോളർ സംവിധാനമാണിത്. അതായത് നമുക്ക് രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിരുന്നു ഒരു അമേരിക്കൻ ഡോളർ. ഇന്ത്യയും അമേരിക്കയും എന്ന് മാത്രമല്ല, ചൈനയാണെങ്കിലും ജപ്പാനാണെങ്കിലും ഈവൻ പാകിസ്ഥാൻ ആണെങ്കിൽ പോലും അവിടുത്തെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന കറൻസി അമേരിക്കയിലെ ഒരു ഡോളറിന് തുല്യമായിരുന്നു. ഇത് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അമേരിക്ക എല്ലാവരുടെയും തുല്യമാണ്. അതുണ്ടാവാതിരിക്കാൻ അവരൊരു തന്ത്രം രൂപീകരിച്ചു. അതാണ് പെട്രോ ഡോളർ സംവിധാനം. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ കാരണം, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പെരുമാറുന്നത്, രാഹുൽ ഗാന്ധി എന്ന് ഉള്ള ആ വസ്തുത എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞു, സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക ഒരു കരാർ ഉണ്ടാക്കുകയാണ്. സൗദി അറേബ്യയാണ് അന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പെട്രോളിയം കൊടുത്തുകൊണ്ടിരുന്നത്, ക്രൂഡ് ഓയിലും ഡീസലും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സൗദി അറേബ്യയുടെ സൈനിക രക്ഷ, അതായത് രാജ്യസുരക്ഷ അമേരിക്ക നോക്കിക്കൊള്ളാം. പകരം സൗദി അറേബ്യ ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ എണ്ണ വിൽക്കുമ്പോൾ അത് അവരുടെ നാണയത്തിൽ വിൽക്കാൻ പാടില്ല, അമേരിക്കൻ നാണയത്തിൽ വേണം വിൽക്കാൻ. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളർ വെച്ചിട്ട് വേണം വിൽക്കാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ വിശാലമായ ഭൂപ്രദേശം സംരക്ഷിക്കാൻ ആവശ്യമായ സൈനിക സഹായം, സാമ്പത്തിക സഹായം എന്നിവ അമേരിക്ക ചെയ്യാം. അപ്പോൾ സൗദി അറേബ്യ പറഞ്ഞു, ഞങ്ങളത് സമ്മതിക്കുന്നു. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് ലോകരാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡോളർ ഉപയോഗിക്കണം എന്നുള്ള നില വന്നു. തുടർന്ന് എണ്ണ ഉൽപാദക രാജ്യങ്ങളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒപെക് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രങ്ങളുടേതായ ഒരു കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ ഈ ഒപെക് രാഷ്ട്രങ്ങളെ കൊണ്ടും അമേരിക്ക ഇത് അംഗീകരിപ്പിച്ചു. അതായത് എണ്ണ വിൽക്കണമെങ്കിൽ, ക്രൂഡ് ഓയിൽ വിൽക്കണമെങ്കിൽ
അത് ഡോളറിലെ പറ്റൂ. ഇത് അംഗീകരിച്ചതോടുകൂടി ഡോളറിന്റെ വില ഉയരാൻ തുടങ്ങി. അതായത് 1 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിരുന്ന ഡോളർ 80 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായി മാറുന്നത് വരെ കാര്യങ്ങളെത്തി. ഇന്ത്യയിലെ ഉദാഹരണമല്ല ഞാൻ പറയുന്നത്, എല്ലാ രാജ്യത്തും ഇങ്ങനെയായിരുന്നു. അപ്പോൾ കോമൺവെൽത്ത് രാജ്യങ്ങളിലൂടെ ബ്രിട്ടൻ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതിനേക്കാൾ ഏറെ ശക്തമായി അമേരിക്ക പെട്രോ ഡോളർ സംവിധാനത്തിലൂടെ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം തന്നെ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. മാനസികമായി അതാത് രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരികൾ അവിടുത്തെ ചരിത്രം, അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ സാംസ്കാരിക നിലവാരം എന്നിവയെല്ലാം ആഗോളതലത്തിൽ പാശ്ചാത്യരെ അംഗീകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരവസ്ഥയുണ്ടായി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ജിമെയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, വാട്സാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. പാശ്ചാത്യന്റെ അടിമത്വം പേർന്നതിന് തുല്യമാണ്. എന്നാൽ ഇത് ചൈന അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഈ രാജ്യത്ത് അധികാരത്തിലിരുന്നപ്പോൾ ഈ തരത്തിൽ ഡോളറിനെ അംഗീകരിക്കുകയും വിദേശ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് ശേഷം എടുത്തു മാറ്റാതിരിക്കുകയും ഇന്ത്യയുടെ ചരിത്രം ഇപ്പോഴും ആര്യന്മാരുടെ കടന്നുവരവ് കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറയുകയും LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ടാണ് ഇന്ത്യയിൽ നിയമം ഉണ്ടായതെന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ മെഡിക്കൽ സയൻസ് ആണെങ്കിലും ലീഗൽ സിസ്റ്റം ആണെങ്കിലും നമ്മളുടെ ഭരണഘടനയാണെങ്കിലും നമ്മളുടെ മെഡിക്കൽ സയൻസ് എന്തു തന്നെയാണെങ്കിലും അതെല്ലാം പാശ്ചാത്യമാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് അവർ ചെയ്തത് പാശ്ചാത്യ വിധേയത്വത്തോടു കൂടി അധികാരത്തിൽ വരുന്ന ഭരണകൂടങ്ങളെ അതാത് രാജ്യങ്ങൾ അധികാരത്തിൽ ഏറ്റിയിട്ടാണ് ബ്രിട്ടൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ അന്ന് കോൺഗ്രസ് ആയിരുന്നു. അന്ന് ഈ പറഞ്ഞ ഗണ്ഡി കുടുംബം ഗാന്ധി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള കുടുംബമായി അവർ മാറി. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഗാന്ധി കുടുംബം നെഹ്റു കുടുംബം അടിച്ചോണ്ട് പോയി. ഈ നെഹ്റു കുടുംബത്തിന്റെ ചരിത്ര എന്താന്ന് പറയാൻ പോയാൽ നെഹ്റു എന്ന വാക്ക് വരെ മോഷ്ടിച്ചെടുത്തതാ. ഗാന്ധി എന്ന വാക്ക് മോഷ്ടിച്ചെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നെഹ്റു എന്ന വാക്ക് മോഷ്ടിച്ചെടുത്തതാണ്. ഇവൻ ശുദ്ധ മുസ്ലിമാണ്, ഈ പാരമ്പര്യം മുഴുവൻ മുസ്ലിമാണ്. എന്നിട്ട് നെഹ്റുവിനെ ആദ്യം മോഷ്ടിച്ചെടുത്തു, ആരും എതിർത്തില്ല. എന്നാൽ ഗാന്ധിയെ കൂടെ മോഷ്ടിച്ചേക്കാന്ന് വെച്ചു, ഗാന്ധിയെ മോഷ്ടിച്ചെടുത്തു. ഇനി വേണം നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരെ ഇവന്മാര് മോഷ്ടിച്ചെടുക്കാൻ മടി കാണിക്കുകയില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിധേയത്വം പാശ്ചാത്യ ശക്തികളോടാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ പാശ്ചാത്യ കടന്നുകയറ്റം ഉണ്ടായി. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് ചുറ്റുമുള്ള നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ, അതിൽ ചൈനയും ജപ്പാനും ഇതിനെ ചേർത്ത് നിന്നു. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളവരുടെ കുടുംബങ്ങളിൽ കടന്നു കയറി ഇന്ന് നമ്മൾ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെ അന്ന് അതിലും വലിയൊരു സംവിധാനം ഉണ്ടാക്കി അതാത് പ്രദേശങ്ങളിലെ ഭരണകക്ഷിയുടെ അടുത്ത തലമുറക്കാരനെ പാശ്ചാത്യരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ട് രാജ്യങ്ങളെ ചൊൽപ്പടിയിൽ നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായി. ഏഷ്യൻ രാജ്യങ്ങൾ പലതിന്റെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ അത് തുർക്കി, ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പെട്രോ ഡോളർ സംവിധാനം കൊണ്ട് അമേരിക്ക ഇത് ചെയ്തുവെങ്കിൽ ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, അതുപോലെ തന്നെ നമ്മുടെ നേപ്പാൾ, ഭൂട്ടാൻ എന്ന് തുടങ്ങി കിഴക്കോട്ടുള്ള രാജ്യങ്ങൾ, ജപ്പാൻ വരെ ഇതേ രീതിയിൽ മതപരിവർത്തനത്തിലൂടെയും സാംസ്കാരിക പരിവർത്തനത്തിലൂടെയും പാശ്ചാത്യ അടിമത്വം തുടരുന്ന ഒരു കാര്യം, ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തിയിട്ടാണ് അവര് ഇന്ത്യ വിട്ടു പോകുന്നത്. അതായത് ഇന്ത്യയിൽ ഇരിക്കാതെ ബ്രിട്ടനിൽ ഇരുന്നു കൊണ്ടും അമേരിക്കയിൽ ഇരുന്നു കൊണ്ടും ഇന്ത്യ ഭരിക്കാം എന്നുള്ള അവസ്ഥ ഉറപ്പാക്കിയിട്ടാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. നമുക്ക് മാത്രമല്ല, 1947 48 46 ഒക്കെ ധാരാളം രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്കും കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കലാപം ഉണ്ടാകും. അല്ല, കോൺഗ്രസ്സുകാർ പട്ടിണി നടന്നത് നേടിയതാണ്, ഞങ്ങൾ ധീരോദാത്തമായിട്ട് പോരാടുകയാണെന്നൊക്കെ പറയും. അങ്ങനെ പോരാടിയതാണ്, അങ്ങനെ കിട്ടിയതാണെങ്കിൽ ഇന്ത്യക്ക് മാത്രമല്ലേ കിട്ടാവൂ. ഈ അയലോകത്തുള്ള രാജ്യങ്ങൾക്ക് മുഴുവൻ വാരിക്കോരി സ്വാതന്ത്ര്യം കൊടുത്തത് പിന്നെ എന്തിനാ? അപ്പൊ ആ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അതെന്തുമാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിദേശ രക്തത്തോടു കൂടി ഇന്ത്യയിലെ
പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഗണ്ഡി എന്ന് പറയുന്ന വിഭാഗം ഗാന്ധിയെ വരെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കൂറ് എപ്പോഴും ബ്രിട്ടനോടാണ്, എപ്പോഴും അമേരിക്കയോടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് ഇന്ത്യയിലെ ശത്രുപക്ഷ നേതാവായി മാറിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ വിദേശ പാശ്ചാത്യ ശക്തികൾക്ക് ആഗോളതലത്തിലുണ്ടായിരുന്ന അധീശത്വം നഷ്ടപ്പെടുമെന്നും വീറ്റോ പവർ ഇല്ലാത്ത ഭാരതം വീറ്റോ ചെയ്യാൻ മാത്രം കരുത്തുള്ളതായി തീരുമെന്നും 10ാം സ്ഥാനത്ത് സാമ്പത്തിക രംഗത്ത് നിന്ന ഭാരതം 5ാം സ്ഥാനത്തേക്ക് 10 കൊല്ലം കൊണ്ട് എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചുവെന്നും അടുത്തൊരു 5 കൊല്ലം കൂടി എടുത്താൽ അത് 3ാം സ്ഥാനത്തേക്ക് വരുമെന്നും തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യ ലോകത്തെ 1ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും വേൾഡ് ബാങ്കും IMF-ഉം പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞു. ഇത് ബ്രിട്ടന് അറിയാം, ഇത് അമേരിക്കയ്ക്ക് അറിയാം, പാശ്ചാത്യ ശക്തികൾക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നെ അവരെന്താണ് ചെയ്തത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഗോളതലത്തിലുള്ള ലോക വൻശക്തികൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നണി ഉണ്ടാക്കി. അതിൽ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അതുപോലെ ആസ്ട്രേലിയ ഉണ്ട്, അതേപോലെ ജർമ്മനി ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, കാനഡയുണ്ട്, അമേരിക്ക ഉണ്ട്. ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇത് മനസ്സിലായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് മാത്രം. പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല. ഇന്ത്യക്കെതിരെയുള്ള പാശ്ചാത്യ ശക്തികളുടെയും ഇസ്ലാമിക ശക്തികളുടെയും സംയുക്തമായിട്ടുള്ള ഒരു പടനീക്കമായിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ ഭാഗ്യം കൊണ്ട്, നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വം കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താനും 3ാമതും അധികാരത്തിൽ വരാനും സാധിച്ചു എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് പാശ്ചാത്യ നാടുകൾക്ക് വിരളി പിടിച്ചത്. അപ്പോൾ അവരുടെ കൈവശമുള്ള പ്രതിപക്ഷ നേതാവിനെ ശത്രുപക്ഷ നേതാവായി ഇന്ന് ലോകം മുഴുവൻ അവതരിപ്പിക്കുകയാണ്. അത് ബ്രിട്ടനിൽ പോയി പറയും, അമേരിക്കയിൽ പോയി പറയും. അവര് പ്ലാറ്റ്ഫോം കൊടുക്കുന്നിടത്തും മൈക്ക് വെച്ച് കെട്ടുന്നിടത്തും എല്ലാം പോയി ഇയാൾ ഈ നാടകം ആടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൂറ് പാശ്ചാത്യ ലോകത്തോടാണ്, ഇന്ത്യ വിരുദ്ധ പക്ഷത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ല, ശത്രുപക്ഷ നേതാവാണ്. അതായത് ചൈനയുടെ മാനസപുത്രനാണ് രാഹുൽ ഗാന്ധി, പാകിസ്ഥാന്റെ മാനസപുത്രനാണ്, അതേപോലെ തന്നെ ജർമ്മനിയുടെ മാനസപുത്രനാണ്, അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും കാനഡയുടെയും ആസ്ട്രേലിയയുടെയും ഒക്കെ മാനസപുത്രനാണ്. അവരെല്ലാം കൂടി സ്പോൺസർ ചെയ്തിരിക്കുന്ന, ഇപ്പൊ നാടൻ ഭാഷ പറഞ്ഞാൽ ഒറ്റ തന്തയ്ക്ക് പറക്കണം എന്ന് പറയുമല്ലോ. ഇതിപ്പോ എത്ര തന്തയാന്ന് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതിനെല്ലാം കൂടി മൊത്തം എണ്ണി നോക്കിയാൽ അറിയാം. ആ രീതിയിലുള്ള ഒരു പാരമ്പര്യം, ആ രീതിയിലുള്ള ഒരു ദേശീയതയാണ് രാഹുൽ ഗാന്ധിയുടെ സിരകളിൽ കൂടി ഒഴുകുന്ന രക്തം. അതായത് ഭാരത വിരുദ്ധമായ, ഇന്ത്യ വിരുദ്ധമായ, ദേശവിരുദ്ധമായ നിലപാടുകൾ യാതൊരു ഉളുപ്പുമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് വിളമ്പാൻ അത് യൂണിവേഴ്സിറ്റികളിൽ അവസരം ഉണ്ടാക്കി കൊടുക്കും, പത്രമാധ്യമങ്ങളിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതാത് രാജ്യങ്ങൾ ഈ രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിക്കും. അത് രാഹുൽ ഗാന്ധിയെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യ വിരുദ്ധ മുന്നണിയുടെ നേതാവാക്കി നിർത്തിക്കൊണ്ട്, അതായത് ഭാരത വിരുദ്ധ മുന്നണിയുടെ നേതാവാക്കി നിർത്തിക്കൊണ്ട് ഭാരതത്തിനെതിരെയുള്ള പടനീക്കമാണ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക സുരക്ഷിതമാണ്, ബ്രിട്ടൻ സുരക്ഷിതമാണ്, ചൈനയും പാകിസ്ഥാനും ജർമ്മനിയും ഫ്രാൻസും സുരക്ഷിതമാണ്. കാരണം എന്താ? അവരൊക്കെ ഇന്ത്യയെക്കുറിച്ച് പറയാത്ത ചീത്ത, ഇന്ത്യയെക്കുറിച്ച് പറയാത്ത കുറ്റം ഈ ആൾ ഒറ്റയ്ക്ക് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറയും കൊരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിക്കുക, കുഞ്ഞിരാമ ചാടിക്കളിക്കട എന്ന് പറഞ്ഞ് ചാടിക്കളിപ്പിക്കുക. ഇതൊക്കെ അതിനേക്കാൾ ഭീകരമാണ്. കാരണം ഈ രാജ്യത്ത് പറന്ന് ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് ഇവിടുത്തെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ യുദ്ധം നയിക്കുകയാണ്. പാശ്ചാത്യ ശത്രുപക്ഷ രാജ്യങ്ങളുടെ പ്രതിനിധിയായി, നേതാവായി രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യക്കെതിരെയാണ് പടവരുന്നത്. അല്ലാതെ BJPക്കെതിരെ അല്ല, നരേന്ദ്രമോദിക്കെതിരെ അല്ല, RSSനെതിരെ അല്ല, ഹിന്ദുത്വത്തിനെതിരെ അല്ല. ഭാരതത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തന്നെ ചെയ്യാൻ, ഏത് വിദേശ രാജ്യത്തിന്റെ ഏത് പ്ലാറ്റ്ഫോമും ഉപയോഗിക്കാൻ യാതൊരു നാണമില്ലാത്ത, മടിയില്ലാത്ത, മാന്യതയില്ലാത്ത, അതുപോലെ തന്നെ ദേശഭക്തി തൊട്ടു തേച്ചിട്ടില്ലാത്ത ആ കറ കളഞ്ഞ ലക്ഷണമൊത്ത ദേശവിരുദ്ധനാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി. നമ്മൾ പറയും ഹൂണന്മാരാക്രമിച്ചു, ശകന്മാരാക്രമിച്ചു, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി എന്നിവരെയൊക്കെ ആക്രമിച്ചു എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അകത്ത് നിന്നുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത വിരുദ്ധ
മഹാശക്തിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, ജർമ്മനിയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, കാനഡയുണ്ട്, അമേരിക്കയുണ്ട്, ആസ്ട്രേലിയയുണ്ട്, ഇനിയും പല രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ഇയാളെ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യ വിട്ടുപോയി ഇറ്റലിയിൽ താമസിക്കാവുന്നത് പോലെ ഇറ്റാലിയൻ പൗരത്വമുണ്ട്, പാസ്പോർട്ടുണ്ട്, എല്ലാം സുരക്ഷയുമുണ്ട്. അതുകൊണ്ട് ഭാരതത്തെ തകർക്കുന്ന ഒരു അവസരത്തിൽ ഇയാൾ അറസ്റ്റിലായി അകത്തേക്ക് പോകുമെന്ന് കണ്ടാൽ ഓടി ഒളിക്കാൻ സ്വന്തം രാജ്യം എന്നുള്ള നിലയിൽ ഇറ്റലിയുണ്ട്, അഭയം കൊടുക്കാൻ ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്, മറ്റു രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇയാൾ ആഞ്ഞടിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഇയാൾ ആഞ്ഞടിക്കാത്തത്? അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവന്റെ ചേപ്പക്കുറ്റി നോക്കി അടിക്കാൻ അവിടെ പിള്ളേരുണ്ട്, അടിച്ചുകളി. അതുകൊണ്ടാണ് വിദേശത്ത് പോയി സുരക്ഷിതമായിട്ട് ഇതുപോലെ പറയുന്നത്. ഏതായാലും വിദേശ ശക്തികളും കരുതിയിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം വിദേശ രാഷ്ട്രങ്ങളും അവരുടെ ശക്തിയും എത്ര വലുതാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മാത്രം കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കേവലം അജിത് ഡോവൽ ഇന്ന് റഷ്യൻ പ്രസിഡന്റിനെ കണ്ട് സംസാരിച്ചത്. അദ്ദേഹം ആഗ്രഹിച്ചത് നരേന്ദ്രമോദിയെ കണ്ട് സംസാരിക്കണമെന്നാണ്. പക്ഷെ നരേന്ദ്രമോദിക്ക് സമയമില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ അജിത് ഡോവലിനെ വിട്ടാലും മതി, കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് റഷ്യ പോലെയുള്ള വൻശക്തി മാറിയെങ്കിൽ ഭാരതം റഷ്യയേക്കാൾ വലിയ വൻശക്തിയാണ്, ലോക വൻശക്തിയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അജിത് ഡോവലുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ നേരിട്ട് ഇടപെടുകയും അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു വൻശക്തിയായി ഭാരതം മാറിയപ്പോൾ ഭാരതത്തെ തകർക്കേണ്ടത് ആഗോളതലത്തിലുള്ള പാശ്ചാത്യ ശക്തികളുടെ വലിയ ഉത്തരവാദിത്വമായി, കടമയായി, ദൗത്യമായി മാറി. അതിന്റെ പ്രതിപുരുഷനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ശത്രുപക്ഷ നേതാവ്. അതുകൊണ്ട് ഈ ശത്രുപക്ഷ നേതാവിനെ ശത്രുവായി ഈ രാജ്യം പ്രഖ്യാപിക്കുന്ന കാലം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മൾ മാന്യവും മര്യാദയും ജനാധിപത്യ വീക്ഷണങ്ങളും ഒക്കെ പുലർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചതല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ എന്നൊക്കെ നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. പക്ഷെ പ്രതിപക്ഷ നേതാവിന് ഇന്ത്യൻ ഭരണഘടനയോട് വിധേയത്വവും കൂറുമുണ്ടായിരിക്കണം, പാർലമെന്റിനോട് വിധേയത്വവും കൂറുമുണ്ടായിരിക്കണം, ഈ രാജ്യത്തോട് അങ്ങേയറ്റത്തെ ദേശസ്നേഹവും ഭക്തിയും ഉണ്ടായിരിക്കണം. പക്ഷെ അദ്ദേഹം വിദേശത്ത് ചെന്ന് കുറ്റം പറയുന്നത് നരേന്ദ്രമോദിയെ അല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ അല്ല, RSSനെ അല്ല, ഹിന്ദുവിനെ അല്ല, മറിച്ച് ഭാരതത്തെയാണ്. ചൈനയുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ചൈനയിൽ എന്താ, ചൈന വലിയ വൻശക്തിയായി മാറിയിരിക്കുന്നു, ചൈന ഉൽപാദന രംഗത്ത് ഭാരതത്തെ കടത്തിവെട്ടിയിരിക്കുന്നു, ചൈനയെ കടത്തിവെട്ടാൻ ഭാരതത്തിന് സാധിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞ് ചൈനയെ വാഴ്ത്തുമ്പോൾ ഇവന് ചെല്ലും ചെലവും കൊടുക്കുന്നത് ചൈനയാണെന്നുള്ളത് ഉറപ്പല്ലേ? അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടിയേറിയിരിക്കുന്ന ഖാലിസ്ഥാൻ ശക്തികളുടെ മണ്ണിലെത്തിക്കഴിയുമ്പോൾ ഈ രാജ്യത്ത് നടക്കാത്ത കാര്യം പച്ച നുണയായി എഴുന്നള്ളിക്കുകയല്ലേ. അതായത് പഞ്ചാബിലെ സിഖുകാർക്ക് അവരുടെ 5 പ്രകാരത്തിലുള്ള ചിഹ്നങ്ങൾ ധരിക്കാൻ ഭാരതത്തിലെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല, ഭാരതത്തിലെ ഭരണകൂടം അനുവദിക്കുന്നില്ല എന്നൊക്കെയല്ലേ അവിടെ ചെന്ന് വെട്ടി വിളമ്പുന്നത്. അവിടെയുള്ള സ്റ്റാഫ് പോലും, അമേരിക്കയിലെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, അവരവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫാണ്. എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? സ്വന്തം രാജ്യത്തെ വിദേശത്ത് വന്ന് 100 കണക്കിന് നുണകളുടെ മാല പൊട്ടിച്ചുകൊണ്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നൊക്കെ അവർ അത്ഭുതം കൂറുകയാണ്. അപ്പോൾ മന്ദബുദ്ധി എന്നൊന്നും പറഞ്ഞാൽ പോരാ, തികഞ്ഞ വിദേശ വിധേയത്വമുള്ള വിദേശ രാജ്യങ്ങളുടെ ആശയ പ്രചരണത്തിന് വേണ്ടി, ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി, പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ പറയുന്ന കോടാലിക്കൈ, ഭാരതത്തെ വെട്ടിവീഴ്ത്താനുള്ള കോടാലിക്കൈയാണ് രാഹുൽ ഗാന്ധി. അതിനുവേണ്ടി ഇന്ന് ഈ കോടാലിക്കൈ കൊണ്ട് വെട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രങ്ങളാണ്. ഇവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, പത്രപ്രവർത്തകർ, എഴുത്തുകാർ, ചിന്തകന്മാർ, ദാർശനികന്മാർ എന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം പയാടികളുണ്ടല്ലോ, വിദേശ ശക്തികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട്, അവരുടെ അവാർഡ് വാങ്ങിക്കൊണ്ട്, അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് രാജ്യത്തെ ചീത്ത പറയുന്ന അനുസരിച്ച് കൂടുതൽ അവാർഡും കൂടുതൽ പണവും കൂടുതൽ വിദേശ യാത്രയും കിട്ടുമെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സാംസ്കാരിക പട്ടികൾ അവര് ഇന്ന് ഇതേപോലെയുള്ള രാഹുൽ ഗാന്ധിയെ ദൈവമാക്കി ഉയർത്തുകയാണ്. ഇവിടുത്തെ മീഡിയ അതേ ദൗത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതം ഇന്ന് ഒരു ആഗോള യുദ്ധ രംഗത്ത് നിൽക്കുന്നു. അതിൽ ഭാരതം യുദ്ധം ചെയ്യുന്നത് ചൈനയോട്, പാകിസ്ഥാനോടോ, അതല്ലെങ്കിൽ ബ്രിട്ടനോടോ, അതല്ലെങ്കിൽ ജർമ്മനിയോടോ, അല്ലെങ്കിൽ അമേരിക്കയോടോ, കാനഡയോടോ ഒന്നുമല്ല. ഭാരതം യുദ്ധം ചെയ്യുന്നത്
രാഹുൽ ഗാന്ധിയോടാണ്. രാഹുൽ ഗാന്ധി ഇവരുടെയൊക്കെ മാനസപുത്രനാണ്, അവരുടെയൊക്കെ പ്രതിനിധിയാണ്. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. അതുകൊണ്ട് ഈ ഒരു യുദ്ധം ഭാരതത്തിലെ ജനത എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇയാള് കോൺഗ്രസ് നേതാവാണെന്ന് തെറ്റിദ്ധരിക്കും, ഇയാള് പ്രതിപക്ഷ നേതാവാണെന്ന് തെറ്റിദ്ധരിക്കും, ഇയാള് MP ആണെന്ന് തെറ്റിദ്ധരിക്കും. ഇയാൾ ഇതൊന്നുമല്ല, ഇയാൾ ഭാരത വിരുദ്ധനാണ്, ഭാരതത്തിന്റെ ശത്രുപക്ഷ നേതാവാണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ദൗത്യം തീർച്ചയായിട്ടും നമ്മൾക്കുണ്ട്. നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യവും അത് തന്നെയാണ്.